അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഈ ഫോട്ടോയിൽ കാണുന്ന അൽ ഹാഫിള് അജ്മൽ റൈഹാൻ കമാലി എന്ന് പറയുന്ന യുവ പണ്ഡിതൻ ഇന്നലെ രാത്രി ഉറക്കത്തിലേക്ക് വഴുതി വീണതാണ്. ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത വളരെ വേദനാജനകമാണ്. ആ ഒരു സഹോദരൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട് എന്ന്. ഒരു ഹാഫിളായി ദീനീ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സഹോദരൻ ദീനീപരമായിട്ട് നാട്ടിൽ ഏതൊരു വിഷയങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുറുചുറുക്കുള്ള ഒരു യുവാവ്, നമ്മളെപ്പോലെ എല്ലാവരെപ്പോലെയും മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയ ഒരു സഹോദരൻ ഇന്നലെ നോമ്പ് നൂറ്റ് ആ നോമ്പ് പരിപൂർണമായി പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ഇന്നലെ രാത്രി 10:30 വരെ സമസ്തയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ കൂടെ സജീവമായിട്ടുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ പോയി കിടന്നത് മരണത്തിലേക്കാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. ആ ഒരു സഹോദരൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ സമസ്ത 100ാം വാർഷികത്തിന്റെ ഓരോ പരിപാടികൾ നടക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ SKSSFും SKSBയും കൂടി ഒരു സൈക്കിൾ റാലി സംഘടിപ്പിക്കും. അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗമായിട്ട് ഞാനും പിന്നെ കൂടി ഓഫീസിൽ നമ്മളെ പൈപ്പും കൊടിയിട്ടാണ്. എന്താ പറയാ, കുറെ ചെക്കന്മാർ കൊടിയിട്ടുണ്ടാവും പറഞ്ഞിട്ട് ആകെ സപ്പോർട്ടിന് ഇപ്പം മാത്രമല്ല ഇതിന്റെ കൂടെ. എന്നാലും വേണ്ടില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ബനെ വെച്ചിട്ടാണ് തുടങ്ങാന്ന് വിചാരിച്ചു. ഓനാണെങ്കിൽ ഒരു പൈപ്പും കൊടിയിട്ടാണ് അവര് സുബൈക്കാൻ ആ വീൽചെയർമ കണ്ട് കയറി. പിന്നെ വായ്മന്ന് നീച്ചിട്ട് എന്നാലും നമുക്ക് കുറച്ച് കൊടി കെട്ടി സീലുണ്ടായോണ്ട് തന്നെ പാട്ടും കഥ പറച്ചിലൊക്കെ ഏകദേശമുള്ള കൊടി നമ്മൾ തന്നെ കെട്ടി തീർത്തി. എന്നിട്ട് നമ്മളെ ഫിറോസ് മുസ്ലിയാർ പേടകെടുത്ത് നമ്മളെ SKSSFിന്റെ അജയന സെക്രട്ടറി സോലിയതിനും കൂട്ടിയിട്ട് നേരെ വന്ന് നമ്മൾ തിരൂരുള്ള MK സ്റ്റോർ കണ്ട് അവിടെ നമ്മളെ പരിപാടിക്കുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കണ്ട. അതിങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ കണ്ണിലുണ്ണിയായ സിബിൽ വിൻസൈനെ കാണാൻ പറ്റും. ചെറുക്കനും ഇവിടെ വർക്ക് ചെയ്യണ്ടല്ലോ, അതേതായാലും നന്ദി. അങ്ങനെ സാധനങ്ങളൊക്കെ പേടകത്ത് കയറ്റിയപ്പോൾ മനസ്സിലായത് ഒറ്റ ട്രിപ്പിൽ നടക്കൂല. അവിടെ തന്നെ 2 ട്രിപ്പൊക്കെ വിചാരിച്ചുള്ള രീതിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കണ്ട് 1ാമത്തെ ട്രിപ്പിൽ നമ്മളോട്ട് പോരാണ്. ആ പോരിനെ കോലക്കണി വല്ലാത്തൊരു കഠിന കടവരം തന്നെ, കാരണം അത്രയും സാധനം കുടിച്ചു നോക്കും. അപ്പൊ മനസ്സിലാവും. എന്നിട്ട് കോടിയൊക്കെ വെച്ചാണ്ട് SKSFിന്റെ ഓഫീസ് കണ്ടെത്തിയപ്പോൾ നമ്മളെ ഫാസ്റ്റ് മുസ്ലിയാർ പൈപ്പ് മുറിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടിരിക്കുന്നത്. പിന്നത്തെ നമ്മളെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. മൂപ്പരിങ്ങനെ പൈപ്പ് കഷ്ണങ്ങളാക്കും, നമ്മളായും അങ്ങനെ കൊടിയിട്ട് അങ്ങനെ പിന്നെ നേരല്ല എന്നിട്ട് പെരീക്കൊക്കെ പോയിട്ട് കുളിച്ച് മാറ്റി ഒരുങ്ങി കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് മൊഞ്ചനായിട്ട് കണ്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ റാലിക്കുള്ള ചെറുക്കന്മാർക്ക് അവര് സുബൈക്കാൻ എത്തിക്കണം. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുട്ടികളൊക്കെ നേരത്തെ തന്നെ എത്തി. എന്നിട്ട് നമ്മളെ വഹാബുസ്ഥാന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ റാലിക്കാണ് തുടക്കം. നാട്ടിലെ മദ്രസയിലെ ഉസ്താമാരും കുട്ടികളും പ്രവർത്തകരും ഒരുപാട് അണിച്ചൊരുക്കി ഈ വമ്പൻ റാലി സംഭവം സെറ്റ് ആയിരുന്നു. ഞാനും ഉദവിക്കണ എന്തല്ലേ, എന്തോ ഒരു വാചാലനായിട്ടാണ് ആ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഞാനിപ്പോൾ അടുത്തൊന്നും മരിക്കൂല എന്ന്. ആ സഹോദരന് പ്രായം ചിലപ്പോൾ 20ൻ്റെ അടിയിലാകാം, അല്ലെങ്കിൽ 25ൻ്റെ ഉള്ളിലാകാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതീക്ഷയായിരുന്നു ആ ഒരു സഹോദരൻ. ചെറുപ്പകാലത്ത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹപ്രകാരം ഹാഫിളാകാൻ കൊണ്ടുപോയി ചേർത്തു. അത് പൂർത്തീകരിച്ച് ഒരു ഹാഫിളായിട്ട് തിരിച്ചു വന്നു. പിന്നീട് ദീനീ രംഗത്തേക്ക് തിരിയുകയാണ്. അതെന്തിനാന്ന് കൂടി മനസ്സിലാക്കണം. ഹാഫിളീങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ മറന്നു പോകാൻ കൂടുതൽ സാഹചര്യം ഒരുക്കുന്നത് സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോഴാണ്. എന്നാൽ ഒരു മതപണ്ഡിതനായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ആ മതപണ്ഡിതനാകാനുള്ള ആ ഒരു കാര്യത്തിൻ്റെ ഇടയിൽ നിരന്തരം പരിശുദ്ധ ഖുർആനുമായിട്ട് ഇടപഴകുകയും ഇൽമ നുകരുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമാലിയാണത്രേ ആ ഒരു സഹോദരൻ. കുറച്ച് കഴിഞ്ഞാൽ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ പോയിട്ട് ഫൈളിയാകേണ്ടിയിരുന്ന പൊന്നുമോന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അകാല മരണം അവനെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അസഹ്യമാണ്. ഒരു ആലിമാകാൻ, ഒരു പണ്ഡിതനാകാൻ ആഗ്രഹിച്ച ഉമ്മയും ഉപ്പയുമാണ് ആ ഒരു കുട്ടിയുടേത്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ആഗ്രഹം എന്തുണ്ടാവും? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മകൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇമാമത്ത് നിൽക്കണം,
എൻ്റെ മയ്യത്ത് നിസ്കാരം അവൻ്റെ നേതൃത്വത്തിലാകണമെന്ന് ഉമ്മയും ഉപ്പയും ഏതൊരു മുതഅല്ലിമീങ്ങളെ കണ്ടാലും പലരും പറയുന്ന ഒരു കാര്യമാണ്. ആ മകൻ്റെ മയ്യത്തിന് നേതൃത്വം ആ പിതാവ് കൊടുക്കുമ്പോൾ ആ പിതാവിൻ്റെ കൈകൊണ്ട് ഇന്ന് 2 മണിക്കാണത്രേ ആ പൊന്നുമോൻ്റെ ജനാസ നമസ്കാരം ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട്. യാ അല്ലാ, കൽബ് പൊട്ടിപ്പോകും. അള്ളാഹു ആ കുടുംബത്തിന് ആജിലായ ക്ഷമ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരണമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിനേക്കാൾ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഏത് സമയത്താണ് അത് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് നമുക്കറിയൂല. ഏത് സമയത്താണ് മരിക്കുക എന്ന് നമുക്കറിയൂല. എല്ലാവരും മരണപ്പെടും. ഇന്നലെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അജ്മൽ വിചാരിച്ചിട്ടില്ല ഇന്ന് 6 അടി മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുമെന്ന്. യാ അല്ലാ, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു അസുഖമില്ല, അങ്ങനെ കേൾക്കുന്നില്ല ഒരു അസുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ് എന്നൊന്നും. മറിച്ച് ഉറക്കത്തിൽ മരണത്തിലേക്ക് വഴുതി വീണു, ചിലപ്പോൾ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടാകും. ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെ യുവാക്കളിൽ പ്രത്യേകിച്ച് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കാരണം നേരത്തിന് ഉറങ്ങൂല, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കൂല, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കും. ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നേരെ പോകുന്നത് ഉറങ്ങാനാണ്. അത്രയും കട്ടിയും കനവുമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ട ചില സമയങ്ങൾ വയറിനാവശ്യമാണ്. അതിന് മനുഷ്യൻ ഉണർന്നിരിക്കണം. നേരെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങുമ്പോൾ അത് നമ്മുടെ ആമാശയത്തിൽ അങ്ങനെ കിടക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതശൈലി മാറ്റേണ്ടതുണ്ട്. പ്രവാസികളായിട്ടുള്ള സഹോദരന്മാരിൽ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറയാതെ വയ്യ ഈ ഒരു വിഷയം. നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ്, അതിനൊരു ക്രമം വേണം, ഒരു ചിട്ട വേണം. അല്ലാത്ത പക്ഷം മരണം നമ്മളിലേക്ക് കൂടുതലെടുക്കും. ചിലപ്പോൾ ഇതുപോലെയുള്ള അകാല മരണങ്ങൾ നമ്മളെ പിടിമുറുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സഹോദരനെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു വസിയത്തുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരാണ്, എന്നെ കാണുന്നവരാണ് നിങ്ങൾ അജ്മൽ എന്ന് പറയുന്ന ആ ഹാഫിളായ പൊന്നുമോൻ്റെ പേരിൽ ഒരു ഫാത്തിഹ നിങ്ങൾ ഓതണം. അതുപോലെ അവൻ്റെ പേരിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയും വേണം. നിങ്ങൾക്കറിയുന്ന സ്ഥലങ്ങളിലേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ഏൽപ്പിക്കുകയും വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നാളെ ഞാനും നിങ്ങളും ഇതേ അവസ്ഥ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുണ്ട്. ഞാനിവിടെ ആ കുട്ടിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ആമീൻ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ദുആയാണ് ആ പൊന്നുമോന് കിട്ടുന്നത്. നാളെ നമ്മൾ മരണപ്പെട്ടാൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൂലികൾ നമുക്ക് വന്ന് ചേരണമെങ്കിൽ, ഇതുപോലെയുള്ള മരണങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. ഒരു ഫാത്തിഹ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സഹോദരൻ്റെ പേരിൽ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.